എല്ലാവരും സ്വപ്നം കാണുന്നവരായിരിക്കും. ഒരു ആവറേജ് ഡ്രീമിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 5 to 20 minutes ആയിരിക്കും. എല്ലാ രാത്രിയും നമ്മൾ 2 മണിക്കൂറോളമാണ് ഡ്രീം ചെയ്യുന്നത്. സ്ലീപ്പ് പാരാലിസിസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സ്ലീപ്പ് പാരാലിസിസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ NREM, REM എന്നീ 2 തരത്തിലുള്ള ഐ മൂവ്മെന്റ്സ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉണ്ടാവും. നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ്സ് ആണ് NREM, റാപ്പിഡ് ഐ മൂവ്മെന്റ്സ് ആണ് REM. ഓക്കെ, ബേസിക് ആയിട്ട് ഉറക്കത്തിന് 5 സ്റ്റേജസ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡ്രൗസി, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണിതനായിട്ട് വീക്കായിട്ടിരിക്കുന്നു, പക്ഷെ എന്നാലും നമ്മൾ ക്ഷീണിച്ച് ഉറങ്ങാനുള്ള ഒരു ഇതിലേക്ക് വരുന്നു. പിന്നെ ലൈറ്റ് സ്ലീപ്പ്, മോഡറേറ്റ് സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ് ആൻഡ് REM സ്ലീപ്പ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു 3 സ്റ്റേജ് വരെയൊക്കെ നമ്മൾ NREM ആയിരിക്കും, അതായത് നമ്മുടെ കൃഷ്ണമണി ചലിക്കില്ല, നമ്മൾ നോർമലായിട്ട് കിടന്നുറങ്ങായിരിക്കും. അതേസമയം നെക്സ്റ്റ് 2 ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും നമ്മൾ ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ് ആയിട്ടുള്ള, അതായത് നോർമലി വെൻ വി സ്ലീപ്പ് ആദ്യം NREM അച്ചീവ് ചെയ്യും, ലേറ്റർ ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തിയതിനു ശേഷം നമ്മൾ REMലേക്ക് പോകുന്നു. ആൻഡ് ദിസ് സൈക്കിൾ റിപ്പീറ്റ്സ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് റാപ്പിഡായിട്ട്, അതായത് വേഗത്തിൽ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ചലിക്കുകയും എന്നാൽ യാതൊരുവിധ വിഷ്വൽസും ബ്രെയിനിലേക്ക് സെൻഡ് ആവുകയും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് REM എന്ന് പറയുന്നത്. എന്നാൽ ഇതേപോലത്തെ ഐബോൾ മൂവ്മെന്റ് തീരെ ഇല്ലാത്ത അവസ്ഥയാണ് NREM എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂറിങ് REM സ്ലീപ്പിലായിരിക്കും നമ്മൾ മോസ്റ്റ് ഇൻറ്റൻസ് ആയിട്ടുള്ള ഡ്രീംസ് കാണുന്നത്, അല്ലെങ്കിൽ ഡ്രീംസ് അത്രയും ഇൻറ്റൻസിറ്റിയിൽ കാണുന്നത് ആ ഒരു പീരീഡിലാണ്. നമ്മൾ ഉറക്കത്തിൽ കാണുന്ന വിഷ്വൽസിനനുസരിച്ച് നമ്മളുടെ ബോഡി ആക്ട് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബോഡിയെ പാരലൈസ് ചെയ്ത് വെക്കും. ഓക്കെ, ബട്ട് വൈൽ ഇൻ REM നിങ്ങൾ സ്ലൈറ്റ്ലി അവേക്ക് ആയ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കോൺഷ്യസ്നെസ് ഉണ്ട്, ബട്ട് നിങ്ങളുടെ ബോഡി അനക്കാൻ സാധിക്കില്ല. ഒരു സ്കാരി ഫിനോമിനയിലേക്കാണ് ഈ അവസ്ഥ ലീഡ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് സ്ലീപ്പ് പാരാലിസിസ്. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ടാകും ഇങ്ങനൊരവസ്ഥ. സ്ലീപ്പ് പാരാലിസിസിന്റെ കൂടെ മിക്കവാറും ഹാലുസിനേഷൻസും കൂടെ ഉണ്ടാവും. ആസ് ഇഫ് ഒരു ഗോസ്റ്റ് ലൈക്ക് സംഭവം നമ്മളുടെ നെഞ്ചിലിരിക്കുന്നത് പോലെ, നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെ തോന്നാം. ബട്ട് നിങ്ങൾക്ക് അനങ്ങാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ കൂടുതൽ ശക്തമായിട്ട് ശബ്ദം ഉണ്ടാക്കാനും അനങ്ങാനും ഒക്കെ ശ്രമിക്കും, പക്ഷേ ഇൻഫാക്ട് നമ്മുടെ ശബ്ദം പോലും പുറത്തു വരില്ല എന്നാണ് ആ ഒരു സിറ്റുവേഷനിൽ സംഭവിക്കുന്ന ഒരു കാര്യം. ഇറ്റ്സ് റിയലി സ്കാരി. ആൻഡ് ആഫ്റ്റർ സം ടൈം നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയാൽ മതി, എവറിത്തിങ് വിൽ ബി ബാക്ക് ടു നോർമൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈവൻ ഐ ഹാവ് എക്സ്പീരിയൻസ് ദിസ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം വരികയാണെങ്കിൽ യു ഹാവ് ടു ആക്ട് നോർമലി. ഇതുപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ